സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ ഡോക്ടർ ശശി തരൂർ എംപിയെ കൈവിട്ട് KPCC അധ്യക്ഷൻ കെ സുധാകരനും AICC നിർദ്ദേശപ്രകാരം ശശി തരൂരിനോട് സംസാരിച്ച കെ സുധാകരൻ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കാൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഡോക്ടർ ശശി തരൂരിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചപ്പോൾ തരൂരിനോട് മൃദു നിലപാടായിരുന്നു നേരത്തെ കെ സുധാകരന്റേത്. ഡോക്ടർ ശശി തരൂരിന് നല്ല ഉപദേശം നൽകിയെന്നായിരുന്നു മാധ്യമങ്ങളോട് കെ സുധാകരന്റെ പ്രതികരണം. വ്യക്തികൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാം, പക്ഷേ പാർട്ടി തീരുമാനമാണ്, പാർട്ടി അഭിപ്രായമാണ്. അത് ഔദ്യോഗികമായി ഔപചാരികമായി നമ്മൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല. അതൊക്കെ പാർട്ടി നിശ്ചയിക്കട്ടെ. ഹൈക്കമാൻഡൊക്കെ വളരെ പ്രാപ്തിയുള്ള കഴിവുള്ള നേതാക്കന്മാരുടെ കൈകളിലാണ് ഈ പാർട്ടി ഉള്ളത്. അത് അവർ ചിന്തിച്ചോട്ടെ, അവർ ആലോചിച്ചോട്ടെ, അവർ തീരുമാനമെടുത്തോട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായമില്ല. ഞാൻ പറയേണ്ട കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് ശശി തരൂറിന്. വ്യക്തിപരമായി ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമെല്ലാം എടുത്ത് നല്ല ഉപദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതിനിടെ CPIM-നെ നരഭോജി എന്ന് വിശേഷിപ്പിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ പിൻവലിച്ചതും വിവാദമായി. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഓർമ്മദിനമായി ഇന്ന് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് തരൂർ പിൻവലിച്ചത്. CPIM-നെ പരാമർശിക്കാതെയാണ് തരൂരിന്റെ പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും തത്സമയം ചേരുകയാണ്. ഷഫീദ്, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ലേഖനം, അതിന്റെ വിവാദം അത് കെട്ടടങ്ങുന്നില്ല. നിലവിൽ ഇപ്പോൾ KPCC അധ്യക്ഷൻ കെ സുധാകരനും പരസ്യമായി തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന സൂചനകൾ കൂടി ബലപ്പെടുന്നുണ്ട്. പക്ഷേ അതേസമയം തരൂരിന്റെ നിലപാട് എന്താണ് എന്നതിൽ ഒരു കൃത്യമായ വ്യക്തതയില്ല. ആ സമയത്താണ് ഈ പുതിയ FB പോസ്റ്റ്, ആദ്യത്തെ പോസ്റ്റ് പിൻവലിച്ച് CPIM-നെതിരുള്ള പരാമർശം പിൻവലിച്ച് ഒരു പുതിയ പോസ്റ്റ് തരൂർ ഇടുമ്പോൾ എന്താണ് അതിലൂടെ വ്യക്തമാക്കേണ്ടത്? ഏത് രീതിയിൽ അതിനെ വായിക്കണം? ഇടതുപാളയത്തേക്ക് അടുക്കുന്നുണ്ടോ തരൂർ എന്ന സംശയം ബലപ്പെടുന്നുണ്ടോ ഷഫീദ്? സ്വാഭാവികമായും അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ, രാഷ്ട്രീയ വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചെറുതല്ലാത്ത തലവേദനയാണ് വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖന വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉണ്ടായത്. കോൺഗ്രസിൽ, അതായത് സംസ്ഥാന കോൺഗ്രസിൽ വേണ്ടത്ര പരിഗണന തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ശശി തരൂരിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അതടക്കമുള്ള കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശശി തരൂർ തന്നെ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതമാണ് ലേഖന വിവാദം എന്നുള്ള അഭിപ്രായം കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾക്കുണ്ട്. ഇതിന് പിന്നാലെയാണ് AICC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ശശി തരൂരിനോട് KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ഈ ലേഖന വിവാദം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും വഴിവെച്ചു. മാത്രമല്ല, ഈ വിഷയത്തിൽ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണം എന്നുള്ള കാര്യം കൂടി KPCC അധ്യക്ഷൻ കെ സുധാകരൻ ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതടക്കമുള്ള കോൺഗ്രസിലെ വിവാദങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ, ഇങ്ങനെ തുടരുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ആദ്യം ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ ആദ്യം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കാർഡടക്കം പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞത് CPM നരഭോജികൾ കൊലപ്പെടുത്തിയ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനം എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനുശേഷം ആ CPM എന്നുള്ള പ്രയോഗവും നരഭോജി എന്നുള്ള പ്രയോഗവും ഒക്കെ മാറി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഓർമ്മകൾ നടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള സാധാ കുറിപ്പായി അത് മാറി എന്നുള്ളതും പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇടതുപാളയത്തേക്ക് ശശി തരൂർ അടുക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശകലനമാണെങ്കിൽ കൂടി ഈ ഒരു ഘട്ടത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് ശശി തരൂർ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, തനിക്ക് സംസ്ഥാന കോൺഗ്രസിൽ പ്രവർത്തക സമിതി അംഗമായിട്ടും തനിക്ക് ലഭിക്കേണ്ട പരിഗണന ലഭിക്കാത്ത വിഷയമടക്കം ദേശീയ നേതൃത്വവുമായി അകൽച്ചയിൽ നിൽക്കുന്ന ശശി തരൂരിന് എങ്ങനെയെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. മാത്രമല്ല, തനിക്ക് കൃത്യമായ പരിഗണന ഉറപ്പാക്കുകയും വേണം. ഇത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങൾ അതിന് സഹായിക്കും എന്നുള്ള വിലയിരുത്തൽ ശശി തരൂരുമായി അടുത്ത ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസ് അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. ഇപ്പോൾ കെ സുധാകരൻ ഇന്നലെയൊക്കെ മയപ്പെടുത്തിയ നിലപാടാണെങ്കിൽ അദ്ദേഹം ഇന്ന് കുറച്ചുകൂടി ഷാർപ്പാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ കോൺഗ്രസിലെ സെക്കൻഡ് ജനറേഷൻ ലീഡേഴ്സ്, അതായത് മാത്യു കുഴൽനാടനും അടക്കമുള്ള യൂത്ത് ലീഡേഴ്സ് ആ വിഷയത്തിൽ ശശി തരൂരിനെതിരെ നിലപാട് ഘടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. പുതിയ ചില വിവാദങ്ങൾ, ചില രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾ അത് വരും മണിക്കൂറുകൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് LDF-നെ കൃത്യമായി ഇതിൽ വിമർശിക്കുക കൂടി ചെയ്യുന്നുണ്ട് ശശി തരൂർ. പക്ഷെ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ. തരൂരിനെതിരെ ഇപ്പോൾ KPCC കൂടി രംഗത്ത് വരികയാണ്. പക്ഷെ ആ സമയത്താണ് ഇതിൽ CPM-നെ വിമർശിച്ചുള്ള ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ തരൂർ കുറിച്ചത് എന്നതും ഈ ഘട്ടത്തിലെ, ഈ മണിക്കൂറിലെ ശ്രദ്ധേയമായ വാർത്തയായി മാറുന്നുണ്ട്.